എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രോപ്രപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വിൻ പ്രസാദ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 23 2026 കഴിഞ്ഞ് കേട്ടറ്റ് കാറ്റഗറി 4 ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എക്സാമിനെ കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു എക്സാം ഓൾമോസ്റ്റ് ഈസി ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, ചൈൽഡ് പെഡഗോഗി ആണെങ്കിലും ലാംഗ്വേജ് ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഓവറോൾ എക്സാം ഒരു ഈസി ആയിരുന്നു എന്നായിരുന്നു എല്ലാവരുടെയും പൊതുവായ ഒരു അഭിപ്രായം. ഇവൻ എനിക്കും പേഴ്സണലി ഫിസിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ചും തോന്നിയത് അത്യാവശ്യം നന്നായി പഠിച്ചവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. നന്നായി പ്രിപ്പയർ ചെയ്തവർക്ക് 80 ഒരു 70 എബോവ് സ്കോർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു പൊതുവെ വന്നിരുന്നത്. ഒരുപാട് ഡിഫിക്കൽട്ടി ലെവലൊന്നും ഉള്ള ഒരു ക്വസ്റ്റ്യൻ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടിട്ടില്ല. എങ്കിലും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാക്രോ സൈക്കിൾ ജനറലി ലാസ്റ്റ് ഫോർ. മാക്രോ സൈക്കിൾ സാധാരണയായി നീളുന്നത് എത്ര നാൾ വരെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാക്രോ സൈക്കിൾ നമുക്കറിയാം 1 ഇയർ ആണ് മാക്രോ സൈക്കിളിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടീച്ചിങ് മെത്തേഡ് എംഫസൈസസ് ലേണിംഗ് ബൈ ഡൂയിങ്? ചെയ്ത് പഠിക്കുക എന്നതിനെ ഊന്നി പറയുന്ന പഠന രീതി ഏതാണ്? കമാൻഡ് മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ലെക്ചർ മെത്തേഡ് ആൻഡ് പ്രൊജക്ട് മെത്തേഡ്. ഇവിടെ ശരി ഉത്തരം വരുന്നത് പ്രൊജക്ട് മെത്തേഡ് ആണ്. നെക്സ്റ്റ് വൺ. മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ മെഷേഴ്സ് ഓഫ്. മീൻ, മീഡിയൻ, മോഡ് എന്നിവ ഏത് അളവുകളാണ്? സെൻട്രൽ ടെൻഡൻസി, കോറിലേഷൻ, സ്ക്യൂനെസ് ആൻഡ് വേരിയബിലിറ്റി. ഇവിടെ ആൻസർ ഓപ്ഷൻ എ, സെൻട്രൽ ടെൻഡൻസി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കമാൻഡ് മെത്തേഡ് ഈസ് മെയിൻലി ടീച്ചർ സെൻട്രിക് ബിക്കോസ്. കമാൻഡ് മെത്തേഡ് അധ്യാപന കേന്ദ്രിതമായതിനുള്ള കാരണം? ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് യൂസ്ഡ്, സ്റ്റുഡൻസ് ഡിസൈഡ് ദ റൂൾസ്, സ്റ്റുഡൻസ് പ്ലാൻ ആക്ടിവിറ്റീസ് ആൻഡ് ദ ടീച്ചർ ഗിവ്സ് ഓൾ കമാൻഡ്സ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞിട്ട് കമാൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ദ ടീച്ചർ ഗിവ്സ് ഓൾ കമാൻഡ്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് എ മെഷർ ഓഫ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏത് അളവാണ്? സെൻട്രൽ ടെൻഡൻസി, റിലയബിലിറ്റി, വാലിഡിറ്റി ആൻഡ് വേരിയബിലിറ്റി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. വേരിയബിലിറ്റി അല്ലെങ്കിൽ വ്യതിയാനമാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്രഞ്ച് ഷോർട്ട് സർവീസ് ടെസ്റ്റ് ഈസ് യൂസ് ടു അസസ്. ഫ്രഞ്ച് ഷോർട്ട് സർവീസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഏത് കഴിവ് വിലയിരുത്താനാണ്? ബാഡ്മിന്റൺ സ്കിൽ, ബാസ്കറ്റ്ബോൾ സ്കിൽ, ഫുട്ബോൾ സ്കിൽ ആൻഡ് ടെന്നീസ് സ്കിൽ. ഇവിടെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, ബാഡ്മിന്റൺ സ്കിൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂപ്പർ കോമ്പൻസേഷൻ ഒക്യൂസ് ഡ്യൂറിങ്. സൂപ്പർ കോമ്പൻസേഷൻ ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ്? എക്സസൈസ് ഫേസ്, ഫറ്റീഗ് ഫേസ്, റിക്കവറി ഫേസ് ആൻഡ് ഓപ്ഷൻ ഡി വാം അപ്പ് ഫേസ്. ഇവിടെ സൂപ്പർ കോമ്പൻസേഷൻ ഉണ്ടാകുന്നത് റിക്കവറി ഫേസിലാണ്. എക്സസൈസിന് ശേഷം ഒരു പൂർണ്ണ വിശ്രമം എടുക്കുന്നതിന് ശേഷമുള്ളതിനാണ് സൂപ്പർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ. റിലയബിലിറ്റി ഓഫ് എ ടെസ്റ്റ് റെഫേഴ്സ് ടു. ഒരു ടെസ്റ്റിന്റെ വിശ്വാസ്യത അല്ലെങ്കിൽ റിലയബിലിറ്റിയെ സൂചിപ്പിക്കുന്നത് അക്യൂറസി, കൺസിസ്റ്റൻസി, നോംസ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. നമുക്കറിയാം ഇത് ഓപ്ഷൻ ബി, കൺസിസ്റ്റൻസി ആണ് ഉത്തരം. റിപ്പീറ്റ് ആയിട്ട് മെഷർ ചെയ്താലും ഒരേ വാല്യൂ കിട്ടുക, അതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേർ വിൽ ദ 2026 കോമൺവെൽത്ത് ഗെയിംസ് ടു ബി ഹെൽഡ്? 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുക? ഓക്ലാൻഡ്, ന്യൂസിലാൻഡ്, ബർമിംഗം, ഇംഗ്ലണ്ട്, ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് ആൻഡ് വിക്ടോറിയ, ഓസ്ട്രേലിയ. ഓപ്ഷൻ സി, ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് ആണ് ശരി ഉത്തരം. ഇനി 80th ക്വസ്റ്റ്യൻ. എ ബി സി ഓഫ് ഫസ്റ്റ് എയ്ഡ് സ്റ്റാൻഡ്സ് ഫോർ. ഫസ്റ്റ് എയ്ഡിലെ എ ബി സി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ, ബാലൻസ്, സർക്കുലേഷൻ, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, അലേർട്ട്നെസ്, ബ്രീത്തിങ്, സർക്കുലേഷൻ, അലേർട്ട്നെസ്, ബ്രീത്തിങ്, കംപ്രഷൻ. ഇവിടെ ശരി ഉത്തരം എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ട്രെയിനിങ് ലോഡ് ഷുഡ് ബി ഗ്രാജുവലി ഇൻക്രീസ്ഡ്? പരിശീലന തോത് ക്രമേണ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്ന തത്വം ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ, ഓവർലോഡ്, റിവേഴ്സിബിലിറ്റി,
സ്പെസിഫിസിറ്റി. ഇവിടെ ഇൻഡിവിജ്വലൈസേഷൻ, റിവേഴ്സിബിലിറ്റി, സ്പെസിഫിസിറ്റി എല്ലാം വേറെയാണ്. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രിൻസിപ്പിൾ ഓഫ് ഓവർലോഡാണ് ശരി ഉത്തരം. 82ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇൻ എ കാർട്ട്വീൽ ഈസ്. ഓപ്ഷൻ എ ഫ്രണ്ടൽ, ഓപ്ഷൻ ബി സജിറ്റൽ, ഓപ്ഷൻ സി ട്രാൻസ്വേഴ്സ്, ഓപ്ഷൻ ഡി വെർട്ടിക്കൽ. ഇവിടെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി സജിറ്റൽ ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 83rd ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻസിയേഷൻ, വിച്ച് ടൈപ്പ് ഓഫ് മോട്ടോർ സ്കിൽ ഡെവലപ്സ് ഫസ്റ്റ് ഇൻ ചിൽഡ്രൻ? വ്യത്യാസവൽക്കരണ തത്വപ്രകാരം കുട്ടികളിൽ ആദ്യം വികസിക്കുന്നത് ഏത് മോട്ടോർ സ്കില്ലാണ്? ഫൈൻ മോട്ടോർ സ്കിൽസ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ്, ലോക്കോമോട്ടോർ സ്കിൽസ് ആൻഡ് മാനിപ്പുലേറ്റീവ് സ്കിൽസ്. ഓപ്ഷൻ ബി ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ് ശരി ഉത്തരം. Which teaching method involves active participation and discussion among students under the guidance of the teacher? അധ്യാപകന്റെ മാർഗനിർദ്ദേശത്തിൽ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തവും ചർച്ചയും ഉൾപ്പെടുത്തുന്ന രീതി ഏതാണ്? കമാൻഡ് മെത്തേഡ് അല്ല. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണോ? അല്ല. ഡിസ്കഷൻ മെത്തേഡ് ആൻഡ് ലെക്ചർ മെത്തേഡ്. ഇവിടെ ശരി ഉത്തരം വരുന്നത് ഡിസ്കഷൻ മെത്തേഡ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ഡിസ്കഷൻ മെത്തേഡ് ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രോക്ക് വോളിയം റെഫേഴ്സ് ടു. സ്ട്രോക്ക് വോളിയം എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബ്ലഡ് പമ്പ്ഡ് പെർ ബീറ്റ്, ഓരോ താളത്തിലും പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ അളവ്. ബ്ലഡ് പമ്പ്ഡ് പെർ അവർ, ഓരോ മണിക്കൂറിലും പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ അളവ്. ബ്ലഡ് പമ്പ്ഡ് പെർ മിനിറ്റ്, ഓരോ മിനിറ്റിലും പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ അളവ്. ബ്ലഡ് പമ്പ്ഡ് പെർ സെക്കൻഡ്, ഓരോ സെക്കൻഡിലും പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ അളവ്. അപ്പൊ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ദ ബ്ലഡ് പമ്പ്ഡ് പെർ ബീറ്റ്, ഓരോ ബീറ്റിലും അല്ലെങ്കിൽ ഓരോ താളത്തിലും പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ അളവിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. 86ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആഫർ ടെസ്റ്റ് ബാറ്ററി ഈസ് യൂസ് ടു മെഷർ. ആഫർ ടെസ്റ്റ് ബാറ്ററി എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? സ്കിൽ പെർഫോമൻസ്, ഫിസിക്കൽ ഫിറ്റ്നസ്, ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി. ഓപ്ഷൻ ബി ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ശരി ഉത്തരം. 87th ക്വസ്റ്റ്യൻ. ബാലൻസ് ഇൻ സ്പോർട്സ് ഈസ് എസെൻഷ്യൽ ഫോർ. സ്പോർട്സിൽ ബാലൻസ് എന്ന നൈപുണി ആവശ്യമാകുന്നത് എപ്പോൾ? ഇംപ്രൂവിംഗ് കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്, മെയിൻറ്റെയിനിങ് ബോഡി കൺട്രോൾ ഡ്യൂറിംഗ് മൂവ്മെന്റ്സ്, മസിൽ സ്ട്രെങ്ത് ഡെവലപ്മെന്റ് ആൻഡ് സ്പീഡ് ഇംപ്രൂവ്മെന്റ്. ഓപ്ഷൻ ബി മെയിൻറ്റെയിനിങ് ബോഡി കൺട്രോൾ ഡ്യൂറിംഗ് മൂവ്മെന്റ്സ് ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം ഏതാണ്? കോളറ, ഹൈപ്പർടെൻഷൻ, മലേറിയ ആൻഡ് ട്യൂബർകുലോസിസ്. ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പർടെൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കിൻഫോൾഡ് മെഷർമെന്റ്സ് ഈസ് യൂസ് ടു അസസ്. സ്കിൻഫോൾഡ് അളവ് ഉപയോഗിക്കുന്നത് എന്ത് വിലയിരുത്താനാണ്? ബോഡി ഫാറ്റ്, ഹൈറ്റ്, സ്ട്രെങ്ത് ആൻഡ് വെയിറ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബോഡി ഫാറ്റ് മെഷർ ചെയ്യാനാണ് നമ്മൾ സ്കിൻഫോൾഡ് കാലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഇംപ്രൂവ്സ്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എന്താണ് മെച്ചപ്പെടുത്തുന്നത്? ഫ്ലെക്സിബിലിറ്റി, പവർ, സ്പീഡ് ആൻഡ് സ്ട്രെങ്ത്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ഫ്ലെക്സിബിലിറ്റി ആണ് ആൻസർ. കാരണം സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് വഴി നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ആണ് ഇംപ്രൂവ് ആവുന്നത്. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് ഫോർ ബേൺസ്? പൊള്ളലുകൾക്ക് ഉടൻ നൽകേണ്ട ആദ്യ ശുശ്രൂഷ ഏതാണ്? അപ്ലൈ ഐസ് ഡയറക്ട്ലി, അപ്ലൈ ഓയിൻമെന്റ് ഇമ്മീഡിയറ്റ്ലി, ബ്രേക്ക് ബ്ലിസ്റ്റേഴ്സ്, കൂൾ ദ അഫക്റ്റഡ് ഏരിയ വിത്ത് റണ്ണിംഗ് വാട്ടർ. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കൂൾ ദ അഫക്റ്റഡ് ഏരിയ വിത്ത് റണ്ണിംഗ് വാട്ടർ ആണ് നമുക്ക് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി കോസസ്. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ബെരിബെരി, പെല്ലാഗ്ര, റിക്കറ്റ്സ് ആൻഡ് സ്കർവി. റിക്കറ്റ്സ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാർവാർഡ് സ്റ്റെപ്പ് ടെസ്റ്റ് മെഷേഴ്സ്. ഹാർവാർഡ് സ്റ്റെപ്പ് ടെസ്റ്റ് അളക്കുന്നത് എന്താണ്? എജിലിറ്റി, കാർഡിയോവാസ്കുലർ എഫിഷ്യൻസി, മസ്കുലർ സ്ട്രെങ്ത് ആൻഡ് റിയാക്ഷൻ ടൈം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാർഡിയോവാസ്കുലർ എഫിഷ്യൻസി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഡാപ്റ്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ് മെയിൻലി മെന്റ് ഫോർ. അഡാപ്റ്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രധാനമായും ആരെയാണ് ലക്ഷ്യമിടുന്നത്? കോച്ചസ്, എൽഡർലി പീപ്പിൾ, elite athletes and person with special needs. ഓപ്ഷൻ ഡി person with special needs ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലാസ് മാനേജ്മെന്റ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ? ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ക്ലാസ് മാനേജ്മെന്റ് പ്രധാന തത്വം എന്താണ്? കംപ്ലീറ്റ് സൈലൻസ്, എഫക്റ്റീവ് യൂസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്, സ്ട്രിക്ട് പണിഷ്മെന്റ്, ടീച്ചർ ഡൊമിനേഷൻ, അധ്യാപക ആധിപത്യം. ഇവിടെ കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കില്ല, സ്ട്രിക്ട് പണിഷ്മെന്റ് കർശന ശിക്ഷ ആയിരിക്കില്ല, അധ്യാപക ആതിഥ്യം ഒരു ടീച്ചർ ഡൊമിനേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു നെഗറ്റീവ് ഫീൽ ആണ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ബി ആയിരിക്കാനാണ് സാധ്യത. എഫക്റ്റീവ് യൂസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. ഇത് നമ്മുടെ ഒരു ടെൻഡേറ്റീവ് ആൻസർ കീ ആണ്, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തൊരു ആൻസർ കീ ആണ്. നമുക്ക് പരീക്ഷാ ഭവന്റെ ഭാഗത്തു നിന്നുള്ള ആൻസർ കീ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 100% ഉറപ്പ് വരാൻ പറ്റുള്ളൂ. എങ്കിലും 99% ഇത് തന്നെയാണ് ശരിയാവാൻ സാധ്യത. വേറെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഇൻ കേസ് നമുക്ക് ചിലപ്പോൾ ഒരു 1 or 2 ക്വസ്റ്റ്യൻ പ്ലസ് ഓർ മൈനസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ ഒരു ആൻസർ കീ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നതിനേക്കാളും ഒരു 1 or 2 മാർക്ക് പ്ലസ് ഓർ മൈനസിനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ട്. കാരണം ചില ആൻസേഴ്സിനൊക്കെ ഒരു 2 ആൻസർ വരുന്നത് പോലെ ഉണ്ട്. അപ്പൊ അതിൽ സ്യൂട്ടബിൾ ആയിട്ട് ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് പരീക്ഷാ ഭവൻ തരുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ 100% ഉറപ്പ് പറയാൻ പറ്റില്ല. എങ്കിലും ഓൾമോസ്റ്റ് ഇത് തന്നെയായിരിക്കും സെയിം ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻക്ലൂഡ് ആരോഗ്യ സംബന്ധമായ കായിക ക്ഷമതയിൽ ഉൾപ്പെടുന്നത് എജിലിറ്റി, കോർഡിനേഷൻ, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്. അപ്പൊ ഇതിലേതാണ് എജിലിറ്റി, ബാലൻസ്, കോർഡിനേഷൻ, പവർ, റിയാക്ഷനബിലിറ്റി, സ്പീഡ്? ഇതെല്ലാം മോട്ടോർ റിലേറ്റഡ് കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇതല്ലാത്തത് ഫ്ലെക്സിബിലിറ്റി ആണ് ഉത്തരം. ഫ്ലെക്സിബിലിറ്റി ആണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പൗണ്ട്. നെക്സ്റ്റ് വൺ, സി പി ആർ ഈസ് യൂസ്ഡ് വെൻ എ പേഴ്സൺ ഹാസ്. എപ്പോഴാണ് സി പി ആർ ഉപയോഗിക്കുന്നത്? ബ്ലീഡിംഗ്, കാർഡിയാക് അറസ്റ്റ്, ഫീവർ ആൻഡ് ഫ്രാക്ചർ. ഓപ്ഷൻ ബി കാർഡിയാക് അറസ്റ്റ് ആണ് ശരി ഉത്തരം. ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സി പി ആർ യൂസ് ചെയ്യുക. ഓക്കെ, 98th ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷണൽ ടെക്നോളജി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ് മെയിൻലി യൂസ്ഡ് ടു. ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ പ്രധാനമായും ഉപയോഗിക്കുന്നത് കൺട്രോൾ സ്റ്റുഡന്റ് ബിഹേവിയർ, എൻഹാൻസ് ടീച്ചിങ് ലേണിംഗ് എഫക്റ്റീവ്നെസ്, ഇൻക്രീസ് ഫിസിക്കൽ വർക്ക് ലോഡ് ആൻഡ് റീപ്ലേസ് ടീച്ചേഴ്സ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി എൻഹാൻസ് ടീച്ചിങ് ലേണിംഗ് എഫക്റ്റീവ്നെസ് ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇന്റർമറൽ കോമ്പറ്റീഷൻസ് ആർ ഓർഗനൈസ്ഡ്. ഇന്റർമറൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനങ്ങൾക്കിടയിൽ, ബിറ്റ്വീൻ നേഷൻസ്, രാജ്യങ്ങൾക്കിടയിൽ, ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾക്കിടയിൽ, വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനത്തിനുള്ളിൽ. ഇപ്പൊ ചിലർക്ക് കൺഫ്യൂഷൻ വരുമായിരിക്കും, ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന്. അല്ല, വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, സ്ഥാപനത്തിനുള്ളിൽ. സിമ്പിൾ തന്നെയാണ്, കൺഫ്യൂഷന്റെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, 100ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റിയാക്ഷൻ ടൈം ഇൻ സ്പോർട്സ് റെഫേഴ്സ് ടു. കായിക രംഗത്തിലെ പ്രതികരണ സമയം എന്നത് എബിലിറ്റി ടു മെയിൻറ്റെയിൻ സ്പീഡ്, മാക്സിമം സ്പീഡ് അറ്റൈൻഡ് ഇൻ എ ഷോർട്ട് ഡിസ്റ്റൻസ്, ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് എ സ്പ്രിന്റ്, ടൈം ടേക്കൻ ടു റെസ്പോണ്ട് ടു എ സ്റ്റിമുലസ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒരു ഉത്തേജനത്തോട് പ്രതികരിക്കാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ടൈം ടേക്കൻ ടു റെസ്പോണ്ട് ടു എ സ്റ്റിമുലസ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈഫോസിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് കർവേച്ചർ ഓഫ്. കൈഫോസിസ് എന്ന അമിത വളവ് ഏത് ഭാഗത്താണ്? സെർവിക്കൽ റീജിയൻ, ലുംബർ റീജിയൻ, പെൽവിക് റീജിയൻ ആൻഡ് തൊറാസിക് റീജിയൻ. ഇവിടെ ഓപ്ഷൻ ഡി തൊറാസിക് റീജിയൻ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർവൽ ട്രെയിനിങ് മെയിൻലി ഡെവലപ്സ്. ഇന്റർവൽ ട്രെയിനിങ് പ്രധാനമായും എന്താണ് വികസിപ്പിക്കുന്നത്? ശരി ഉത്തരം എന്ന് പറയുന്നത്, സോറി, ഓപ്ഷൻസ് എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ് ഓൺലി, സ്ട്രെങ്ത് ഓൺലി. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്പീഡ് മാത്രമാണ് ഇന്റർവൽ ട്രെയിനിങ് വഴി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എനറോബിക് പവർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസിയാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇസ് ഓൾസോ നോൺ ആസ്. ഏതാണ് ഫസ്റ്റ് ലോ? എക്സലറേഷൻ, ഇനേർഷ്യ, മൊമെന്റം ആൻഡ് റിയാക്ഷൻ. ലോ ഓഫ് ഇനേർഷ്യ ആണ് ഫസ്റ്റ് ലോ. Next question, which type of education is planned, structured and conducted in schools and colleges? സ്കൂളുകളിലും കോളേജുകളിലും ആസൂത്രിതമായി നടത്തപ്പെടുന്ന വിദ്യാഭ്യാസം ഏതാണ്? ഫോർമൽ, ഇൻഫോർമൽ, നോൺ ഫോർമൽ ആൻഡ് പ്രൊഫഷണൽ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫോർമൽ ആണ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് പഠിച്ചതാണ്, ഡിസ്കസ് ചെയ്തതാണ്. ഏകദേശം ഒരു 80 ക്വസ്റ്റ്യൻ്റെ 75 ക്വസ്റ്റ്യനും നമ്മൾ കറക്റ്റ് പഠിപ്പിച്ച അതേ ഫോർമാറ്റിൽ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഇപ്പോൾ ക്ലാസ് പ്രോപ്പറായി പഠിച്ച് അറ്റൻഡ് ചെയ്തവർക്കെല്ലാം ഈസി ആയിട്ട് ഏകദേശം 75 അല്ലെങ്കിൽ 70, അപ്പോൾ 80 മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അത്രത്തോളം എളുപ്പമായിരുന്നു.
ഓക്കെ, നെക്സ്റ്റ് വൺ. VO2 മാക്സ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ്. VO2 മാക്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ് ആൻഡ് സ്ട്രെങ്ത്. ഈസിയാണ് അല്ലേ? കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് ആണ് VO2 മാക്സ്, വോളിയം ഓഫ് ഓക്സിജൻ മാക്സിമം. Okay, next question. What is the official motto of the 2024 Summer Olympics or Paris 2024? 2024 സമ്മർ ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം എന്തായിരുന്നു? ഗെയിംസ് വൈഡ് ഓപ്പൺ, ടുഗദർ വി ക്രിയേറ്റ് ദ ഫ്യൂച്ചർ, യുണൈറ്റഡ് ഇൻ സ്പോർട്ട്, വെൽക്കം ദ വേൾഡ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ, ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിക്സ്ചർ റെഫേഴ്സ് ടു. ഫിക്സ്ചർ എന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒഫീഷ്യൽസ് ലിസ്റ്റ്, പ്ലേയേഴ്സ് ലിസ്റ്റ്, റൂൾസ് ഓഫ് ദ ഗെയിം ആൻഡ് ഷെഡ്യൂൾ ഓഫ് മാച്ചസ്. ഓപ്ഷൻ ഡി, ഷെഡ്യൂൾ ഓഫ് മാച്ചസ് ആണ് ശരി ഉത്തരം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BMI ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ബോഡി മാസ് ഇൻഡെക്സ്. എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഹൈറ്റ് ആൻഡ് വെയിറ്റ്, ഹൈറ്റ് ഓൺലി, വെയിറ്റ് ആൻഡ് ഏജ്, വെയിറ്റ് ഓൺലി. നമുക്കറിയാം ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. Okay, next question. Who developed the concept of periodization in sports training? കായിക പരിശീലനത്തിലെ പീരിയഡൈസേഷൻ ആശയം വികസിപ്പിച്ചത് ആര്? ബ്രൂഹ, ഗ്രെസ്ക്ലർ, മാറ്റ്വേവ് ആൻഡ് മോർഗൻ. ഇവിടെ ഓപ്ഷൻ സി, മാറ്റ്വേവ് ആണ് ശരി ഉത്തരം. Okay, next question. Which muscle contraction occurs without a change in muscle length? പേശികളുടെ നീളം മാറാതെ നടക്കുന്ന സങ്കോചനം ഏതാണ്? എക്സെൻട്രിക്, ഐസോകാനറ്റിക്, ഐസോമെട്രിക് ആൻഡ് ഐസോടോണിക്. ശരി ഉത്തരം ഐസോമെട്രിക് ആണ് അല്ലെ? ഐസോ മീൻസ് സെയിം, മെട്രിക് മീൻസ് ലെങ്ത്. സോ സെയിം ലെങ്ത്. അതുകൊണ്ട് തന്നെ ഐസോമെട്രിക് ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്നീസ് കോസ്ഡ് ബൈ റിക്കറ്റ്സ് ആർ ആൻ എക്സാമ്പിൾ ഓഫ്. റിക്കറ്റ്സിനെ തുടർന്ന് ഉണ്ടാകുന്ന നോക്നീസ് ഏത് തരത്തിലുള്ളതാണ്? കൺജൻഷ്യൽ ഡിഫക്റ്റ്, പോസ്റ്റൽ ഡീവിയേഷൻ, സ്ട്രക്ചറൽ ഡിഫോമിറ്റി ആൻഡ് ടെമ്പററി ഇഞ്ചുറി. ഇവിടെ ശരി ഉത്തരം സ്ട്രക്ചറൽ ഡിഫോമിറ്റി ആണ്, അല്ലെങ്കിൽ ഘടനാപരമായ വൈകല്യമാണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഹ്യൂമൻ ബോഡി ഇൻ ദ സ്റ്റാൻഡിംഗ് പോസ്റ്റർ ലൈസ് അറൌണ്ട്. നിൽക്കുന്ന നിലയിൽ മനുഷ്യ ശരീരത്തിന്റെ ഭാരകേന്ദ്രം ഏകദേശം എവിടെയാണ്? ചെസ്റ്റ്, ഹെഡ്, നീ ആൻഡ് പെൽവിസ്. ഓപ്ഷൻ ഡി, പെൽവിസ് ആണ് ശരി ഉത്തരം. 113ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടെസ്റ്റ് മെഷേഴ്സ് മിനിമം മസ്കുലർ ഫിറ്റ്നസ്? കുറഞ്ഞ പേശി ഫിറ്റ്നസ് അളക്കുന്ന ടെസ്റ്റ് ഏതാണ്? ബോറോ ടെസ്റ്റ്, കൂപ്പർ ടെസ്റ്റ്, ക്രൂസ് റോബർ ടെസ്റ്റ് ആൻഡ് സ്കോട്ട് ടെസ്റ്റ്. ഓപ്ഷൻ എ, ബാരോ ടെസ്റ്റ് ആണ് ശരി ഉത്തരം. 114ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ലെസൺ പ്ലാൻ ഇസ് ടു. ലെസൺ പ്ലാന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അച്ചീവ് ഒബ്ജക്റ്റീവ്സ് സിസ്റ്റമാറ്റിക്കലി, മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ, റെഡ്യൂസ് ക്ലാസ് സൈസ് ആൻഡ് സേവ് എനർജി. ഇവിടെ ആൻസർ ഓപ്ഷൻ എ, ലക്ഷ്യങ്ങൾ ക്രമബദ്ധമായി നേടുക അല്ലെങ്കിൽ അച്ചീവ് ഒബ്ജക്റ്റീവ് സിസ്റ്റമാറ്റിക്കലി ആണ് ശരി ഉത്തരം. 115ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്? താഴെ പറയുന്നവയിൽ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടനാ പ്രവർത്തന ഘടകം ഏതാണ്? ഓപ്ഷൻ എ, സെല്ലാണ് ശരി ഉത്തരം. 116ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following sporting events provides international competition opportunities for athletes with disabilities? വൈകല്യമുള്ള താരങ്ങൾക്ക് അന്താരാഷ്ട്ര മത്സരാവസരങ്ങൾ നൽകുന്ന ഈവന്റ് ഏതാണ്? മത്സരാവസരങ്ങൾ നൽകുന്ന ഈവന്റ് ഏതാണ്? ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഒളിമ്പിക് ഗെയിംസ് ആൻഡ് പാരാലിമ്പിക് ഗെയിംസ്. നമുക്കറിയാം ഡിസബിലിറ്റി ഉള്ളവര് പങ്കെടുക്കുന്ന ഈവന്റ് എന്ന് പറഞ്ഞാൽ പാരാലിമ്പിക്സ് ആണ് അല്ലെ? Okay, next question. Which uniaxial joint allows movement only in one plane, specifically flexion and extension? ഒരേ ഒരു തലത്തിൽ മാത്രം മടക്കം അല്ലെങ്കിൽ നീട്ടൽ അനുവദിക്കുന്ന, ചലനം അനുവദിക്കുന്ന ഏക അക്ഷസന്ധി ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, പിച്ച് ജോയിന്റ് ആൻഡ് സാഡിൽ ജോയിന്റ്. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഹിഞ്ച് ജോയിന്റ് ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ദ ബ്ലൂ പ്രിന്റ് ഓഫ് എ ടീം കോമ്പറ്റീഷൻ ഈസ് നോൺ ആസ്. ഒരു ടീം മത്സരത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സ്കിൽ, സ്ട്രാറ്റജി, ടാക്ടിക്സ് ആൻഡ് ടെക്നിക്സ്. ഓപ്ഷൻ ബി സ്ട്രാറ്റജിയാണ് ശരി ഉത്തരം. ഓക്കെ, 119ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് മസിൽ ഇസ് ഇൻവോളണ്ടറി ആൻഡ് ഫൗണ്ട് ഇൻ ദ വോൾസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ്? ആന്തരിക അവയവങ്ങളുടെ ഭിത്തികളിൽ കാണപ്പെടുകയും സൗച്ഛികമല്ലാത്തതുമായ പേശി ഏതാണ്? കാർഡിയാക്, സ്കെൽറ്റൽ, സ്മൂത്ത് ആൻഡ് വോളിറ്ററി. ഇവിടെ ഇവർ ചോദിക്കുകയായിരിക്കുന്നത് ഇൻവോളണ്ടറിയും അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിലും കാണപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി സ്മൂത്ത് മസിൽസ് ആണ് ശരി ഉത്തരം. 120ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? താഴെ പറയുന്നതിൽ പകർച്ചവ്യാധി ഏതാണ്? ക്യാൻസർ, ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ട്യൂബർകുലോസിസ്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയമാണ്. ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് ചലഞ്ച്, ത്രിൽ ആൻഡ് എക്സൈറ്റ്മെന്റ്? വെല്ലുവിളി, ആവേശം, ത്രിൽ എന്നിവയുമായി പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? കോമ്പറ്റീഷൻ, ഹോബി, മാസ്റ്റർ ആൻഡ് റിക്രിയേഷൻ. ഓപ്ഷൻ എ കോമ്പറ്റീഷൻ ആണ് ശരി ഉത്തരം. ഓക്കെ, 122ാമത്തെ ക്വസ്റ്റ്യൻ. ലേസിയസ് ഫെയർ ലീഡർഷിപ്പ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ? ലേസിയസ് ഫെയർ നേതൃത്വ ശൈലി ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോൾ? അത്ലീറ്റ്സ് ആർ capable ഓഫ് സെൽഫ് ഡയറക്ഷൻ. അത്ലറ്റുകൾ സ്വയം നിർദ്ദേശത്തിൽ കഴിവുള്ളവരായിരിക്കുമ്പോൾ. കോച്ച് മേക്സ് ഓൾ ഡിസിഷൻസ്. കോച്ച് എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോൾ. പ്ലേയേഴ്സ് നീഡ് കോൺസ്റ്റന്റ് സൂപ്പർവിഷൻ. കളിക്കാർക്ക് സ്ഥിരമായ മേൽനോട്ടം ആവശ്യമുള്ളപ്പോൾ. റൂൾസ് ആർ സ്ട്രിക്ട്ലി എൻഫോഴ്സ്. നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുമ്പോൾ. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. അത്ലീറ്റ്സ് ആർ capable ഓഫ് സെൽഫ് ഡയറക്ഷൻ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അതോറിറ്റി സെർവ്സ് ആസ് ദ ടോപ്പ് ബോഡി ഫോർ സ്പോർട്സ് പ്രൊമോഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കായിക പ്രചാരണത്തിനുള്ള ഉന്നത സ്ഥാപനം ഏതാണ്? AU, ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി, LNCP, ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, NSNIS, നേതാജി സുഭാഷ് ചന്ദ്രബോസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ്, ഓർ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സായി ആണ് ശരി ഉത്തരം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. 124ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ഒക്യൂർസ് വെൻ എ പ്രോബ്ലം ഈസ് സോൾവ് സഡൻലി? ഒരു പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന പഠന രീതി ഏതാണ്? കണ്ടീഷണൽ ലേണിംഗ്, ലേണിംഗ് ബൈ ഇമിറ്റേഷൻ, ലേണിംഗ് ബൈ ഇൻസൈറ്റ്, പ്രോഗ്രാംഡ് ലേണിംഗ്. ഇവിടെ ഏതാണ് ശരി ഉത്തരം? ലേണിംഗ് ബൈ ഇൻസൈറ്റ് ആണ്. കോഗ്ലറിന്റെ തിയറിയാണ്. ഇതാണ് ഇവിടെ ശരി ഉത്തരം. ഞാൻ ഒന്നിലെ കൂടുതൽ എക്സ്പ്ലനേഷൻ പോകുന്നില്ല, ജസ്റ്റ് ആൻസർ മാത്രമേ പറയുന്നു. ഓക്കെ, 125ാമത്തെ ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ടെർമിനോളജീസ് റിലേറ്റഡ് ഏജ് വിത്ത് റെസ്പെക്റ്റീവ് എക്സ്പ്ലനേഷൻ. പ്രായവുമായി ബന്ധപ്പെട്ട പദങ്ങളെ അവയുടെ വിശദീകരണങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണുള്ളത്. മെന്റൽ ഏജ് ഉണ്ട്, ക്രോണോളജിക്കൽ ഏജ് ഉണ്ട്, ഫിസിയോളജിക്കൽ ഏജ് ഉണ്ട്, അനാറ്റമിക്കൽ ഏജ് ഉണ്ട്. അല്ലെ, ഈസിയാണ്. അതിൽ ലിസ്റ്റ് 2 ഏതാണ്? ക്വാളിറ്റി ഓഫ് ബോൺ സ്ട്രക്ചർ, സൈക്കോളജിക്കൽ ടെസ്റ്റ്, റെക്കോർഡ് ഇൻ ഇയേഴ്സ്, മന്ത് ആൻഡ് ഡേയ്സ്, ആൻഡ് ഓപ്ഷൻ 4 ഫങ്ഷണൽ കണ്ടീഷൻ ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഏതാണ് വരിക? മെന്റൽ ഏജ് ഏതാണ്? മെന്റൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, ഇനി ക്രോണോളജിക്കൽ ഏജ് ഏതാണ് വരിക? നമുക്കറിയാം, നമ്മുടെ വയസ്സ്, നമ്മുടെ ജനിച്ച വർഷത്തിന്റെ, ദിവസത്തിന്റെ, മാസത്തിന്റെ എല്ലാം ബേസിൽ പറയുന്നതിനാണ് ക്രോണോളജിക്കൽ ഏജ് പറയുന്നത്. നമ്മൾ ആര് ചോദിച്ചാലും ഏജ് പറയും അല്ലെ, അത് നമ്മുടെ ക്രോണോളജിക്കൽ ഏജ് ആണ്. ഇനി ഫിസിയോളജിക്കൽ ഏജ് എന്താണ്? ഹൗ ദ ബോഡി വിൽ ഫങ്ഷൻ. ഇപ്പോൾ ഫങ്ഷണൽ കണ്ടീഷൻ ഓഫ് ദ ബോഡിയാണ് ഫിസിയോളജിക്കൽ. ഇനി അനാറ്റമിക്കൽ ഏജ് എന്താണ്? ക്വാളിറ്റി ഓഫ് ബോൺ സ്ട്രക്ചർ ആണ് അനാറ്റമിക്കൽ ഏജ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. A2, B3. A2 വരുന്ന 2 ഓപ്ഷൻ ഉള്ളൂ. A2, B3 വരുന്ന ഓപ്ഷൻ സി ആണ്. ബാക്കി കൂടി നോക്കാം. C4 ആണ്. ആണോ? C4 ആണ്. യെസ്. D1 ആണ്. D1 ആണ്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇത് തന്നെയാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 126ാമത്തെയാണ്. വിച്ച് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ബിഗിൻസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് എവറി ന്യൂ ഇയർ? ഓരോ പുതുവത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ ആരംഭിക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ ആൻഡ് വിംബിൾഡൺ. ഓപ്ഷൻ എ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ശരി ഉത്തരം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്? ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജയിച്ച ആദ്യ ഇന്ത്യൻ ആരാണ്? അപർണ പൊപ്പാട്ട്, കെ ശ്രീകാന്ത്, പുല്ലേല ഗോപിചന്ദ് ആൻഡ് സേഡ് മോദി. ഓപ്ഷൻ സി പുല്ലേല ഗോപിചന്ദ് ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ മാച്ച് ദ ഫോളോവിംഗ് ആണ്. നമുക്ക് നോക്കാം. ലിസ്റ്റ് 1 എന്തൊക്കെയുള്ളത്? 50 മീറ്റർ റൺ, വെർട്ടിക്കൽ ജംപ്, 12 മിനിറ്റ് റൺ ഓർ കൂപ്പട്ടെ, 12 മിനിറ്റ് റൺ ഓർ വോക്ക് ടെസ്റ്റ്. ശരിക്കും ഇത് 12 മിനിറ്റ് കൂപ്പർ റൺ ഓർ വോക്ക് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. സിറ്റ് ആൻഡ് റീച്ച് ടെസ്റ്റ്, കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസിന്റെ ഫ്ലെക്സിബിലിറ്റി, എക്സ്പ്ലോസീവ് പവർ, സ്പീഡ്. വളരെ സിമ്പിൾ ആണല്ലേ. നമുക്കറിയാം ഏതാ 50 മീറ്റർ സ്പീഡാണ്. ഇനി വെർട്ടിക്കൽ ജമ്പ് ആണ്, എക്സ്പ്ലോസീവ് പവർ ആണ്. ഓക്കെ, 12 മിനിറ്റ് റൺ ഓർ വോക്ക് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് ആണ്. സിറ്റ് ആൻഡ് റീച്ച് ടെസ്റ്റ് ഫ്ലെക്സിബിലിറ്റി ആണ്. അപ്പൊ ഏതാണ്? A4 B3. ഓക്കെ, ഓപ്ഷൻ ഡിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. A4 B3. ബാക്കിയോട് നോക്കാം. C1 ആൻഡ് D2 ആണോ? C1 ആണ്, D2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നും കൂടി കൺഫേം ചെയ്യാം. ഇത് തന്നെയാണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ, കോഗ്നിറ്റീവ് പ്രോസസ് ആർ പ്രൈമർലി കൺസേൺഡ് വിത്ത്. കോഗ്നിറ്റീവ് പ്രക്രിയകൾ പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് ഫീലിംഗ് ആൻഡ് ഇമോഷൻ, മോട്ടിവേഷൻ ആൻഡ് ഡ്രൈവ്, ഫിസിക്കൽ എബിലിറ്റി. ഓപ്ഷൻ ഡി തിങ്കിങ് ആൻഡ് റീസണിങ്. അപ്പോൾ ഇവിടെ 129ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മോട്ടിവേഷൻ ആൻഡ് ഡ്രൈവ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 130, മൂവ്മെന്റ് ഓഫ് എ ബോഡി പാർട്ട് ടുവേർഡ്സ് എ മിഡ് ലൈൻ ഓഫ് ദ ബോഡി ഈസ് കോൾഡ്. ശരീരത്തിന്റെ മധ്യരേഖയിലേക്കുള്ള അവയവത്തിന്റെ ചലനത്തെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ അബ്ഡക്ഷൻ, ബി അഡക്ഷൻ, സി എക്സ്റ്റൻഷൻ ആൻഡ് ഡി ഫ്ലെക്ഷൻ. അപ്പൊ നമ്മുടെ മിഡ് ലൈനിനോട് ക്ലോസ് ചെയ്യുന്നതിന് അഡക്ഷൻ എന്നാണ് പറയുന്നത്. അഡക്ഷൻ ആണ് വരുന്നത്. 131ാമത്തെ ക്വസ്റ്റ്യൻ, ദ തിയറി ഓഫ് ഇൻസൈറ്റ് ലേണിംഗ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ. ഈ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു മുൻപ് ചോദിച്ചിരുന്നത്. ഇൻസൈറ്റ് പഠന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? കാറ്റൽ, കോഹ്ലർ, പാവ്ലോ ആൻഡ് തോണ്ടൈക്ക്. ഓപ്ഷൻ ബി കോഹ്ലർ ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഒളിമ്പിക് മോട്ടോ ആൾട്ടിയസ് മീൻസ്. ഒളിമ്പിക് മുദ്രാവാക്യത്തിന്റെ ആൾട്ടിയസ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങസ്റ്റ്, ടുഗദർ. നമുക്കറിയാം ഒളിമ്പിക്സിന്റെ മോട്ടോ എന്ന് പറയുന്നത് സിറ്റിയസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ്, കമ്മ്യൂണിറ്റർ ആണ്. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ ആൻഡ് ടുഗദർ. അപ്പൊ ഇവിടെ ഏതാണ്? ആൾട്ടിയസ്, ആൾട്ടിറ്റ്യൂഡ്, ഹയർ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, മാച്ച് രാജീവ് ഖേൽ രത്ന അവാർഡീസ് വിത്ത് ദർ ഇവന്റ്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണുമ്പോഴേ മനസ്സിലാവുന്നത്. നീരജ് ചോപ്ര, മനു ഭാക്കർ, ഡി ഗുകേഷ്, സച്ചിൻ ടെണ്ടുൽക്കർ. ക്രിക്കറ്റ്, ചെസ്, അത്ലറ്റിക്, ഷൂട്ടിംഗ്. നീരജ് ചോപ്ര ഏതാണ്? അത്ലറ്റിക്സ് ആണ്. മനു ഭാക്കർ ഏതാണ്? ഷൂട്ടിംഗ് ആണ്. കഴിഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിൽ 2 ബ്രോൺസ് മെഡലാണ് മനു ഭാക്കറിന് കിട്ടിയത്. ഡി ഗുകേഷ് ഏതാണ്? ചെസ് ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ആണ്, ഗോഡ് ഓഫ് ക്രിക്കറ്റ് ആണ്. അപ്പൊ ഏതാണ് ഈ ഓപ്ഷനിൽ ശരി ഉത്തരം? A4 B A3 B4. A3 B4. ഓക്കെ, ഇത് നമുക്കൊന്ന് ടിക്ക് ചെയ്യാം. അതിനുശേഷം C2 D1 ശരിയല്ലേ? അപ്പൊ നമുക്കിത് കൺഫേം ചെയ്യാം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് വൺ 134ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇൻബോൺ ടെൻഡൻസി ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഡയറക്ട്സ് ബിഹേവിയർ വിത്തൗട്ട് പ്രയർ ലേണിംഗ് ഈസ് കോൾഡ്. മുൻകൂട്ടി പഠനമില്ലാതെ സ്വയമേവ പെരുമാറ്റത്തെ നയിക്കുന്ന ജന്മസിദ്ധ പ്രവണതയെ എന്താണ് വിളിക്കുന്നത്? ആറ്റിറ്റ്യൂഡ്, ഇമോഷൻ, ഹാബിറ്റ് ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റ്. ഇവിടെ ശരി ഉത്തരം വരുന്നത് 134. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what term best describe the tendency of a group to remain united in order to accomplish a common goal or risk? ഒരു പൊതുവായ ലക്ഷ്യം അല്ലെങ്കിൽ പ്രവർത്തനം നേടുന്നതിനായി ഒരു സംഘം ഐക്യമായി നിലനിൽക്കുന്ന പ്രവണതയെ എന്താണ് വിളിക്കുന്നത്? കൊഹിഷൻ, ഗോൾ സെറ്റിംഗ്, മോട്ടിവേഷൻ ആൻഡ് സോഷ്യൽ ഫെസിലിറ്റേഷൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ എ കൊഹിഷൻ ആണ് ശരി ഉത്തരം. 136, who classified body types into endomorph, mesomorph and ectomorph? എൻഡോമോർഫ്, മിസോമോർഫ്, എക്ടോമോർഫ് എന്നിങ്ങനെ ശരീരഘടനയെ വർഗീകരിച്ചത് ആര്?
കാറ്റൽ, ഐസെങ്ക്, ക്രെസ്മർ ആൻഡ് ഷെൽഡൻ. ഇത് ഷെൽഡൻസ് ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ? ഈ മൂന്നെണ്ണമാണുള്ളത്. ഇത് ഷെൽഡൻ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who was the first sports person to be honored with the Bharat Ratna, India's highest civilian award? ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന ലഭിച്ച ആദ്യ കായിക താരം ആര്? ധ്യാൻചന്ദ്, മിൽഖ സിംഗ്, സച്ചിൻ ടെണ്ടുൽക്കർ ആൻഡ് സൈന നെഹ്വാൾ. ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ശരി ഉത്തരം. 138ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഒളിമ്പിക് ഗെയിംസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുത്ത് ഏത് വർഷമാണ്? 1896, 1900, 1904, 1908. ഓപ്ഷൻ ബി 1900 ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻ കറക്റ്റ് ഓർഡർ ആർ. മനുഷ്യ വികസന ഘട്ടങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, ഇൻഫാൻസി, അഡോളസെൻസ്. നോ. ഇൻഫാൻസി, അഡൾട്ട്ഹുഡ്, ചൈൽഡ്ഹുഡ്, അഡോളസെൻസ് ആണോ? ബാക്കി നോക്കാം. ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസെൻസ്, അഡൾട്ട്ഹുഡ്. ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ് ആൻഡ് അഡോളസെൻസ്. ഇവിടെ ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ ശരി ഉത്തരം. ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസെൻസ് ആൻഡ് അഡൾട്ട്ഹുഡ്. 139 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്തത് വീണ്ടും മാത്സ് ഫോളോയിങ് ആണ്. ഓക്കെ, എന്തൊക്കെയാണുള്ളത്? സൈക്കോളജി, എക്സസൈസ് ഫിസിയോളജി, സ്പോർട്സ് മാനേജ്മെന്റ്, കാൻഷോളജി. Organization and administration of sports events, study of human body movements, study of the mind and behavior, functions of the body in relation to exercise. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നില്ലേ? സൈക്കോളജി എന്താണ് ഇതില്? ഓർഗനൈസേഷൻ ആണോ? അല്ല. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബോഡി മൂവ്മെന്റ്സ് ആണോ? അല്ല. സ്റ്റഡി ഓഫ് ദ മൈൻഡ് ആൻഡ് ബിഹേവിയർ അല്ലേ? മനസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും പഠനമല്ലേ സൈക്കോളജി? നേരെ മുന്നിലേക്ക് പോട്ടെ. എക്സസൈസ് ഫിസിയോളജി എന്താണ്? ഓർഗനൈസേഷൻ ആണോ? നോ. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബോഡി മൂവ്മെന്റ്സ് ആണോ? നോ. ഫങ്ഷൻസ് ഓഫ് ദ ബോഡി ഇൻ റിലേഷൻ ടു എക്സസൈസ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഇനി സ്പോർട്സ് മാനേജ്മെന്റ് എന്താണ്? ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്പോർട്സ് ഇവന്റ്സ് ആണ്. കാൻഷോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബോഡി മൂവ്മെന്റ്സ് ആണ്. മനുഷ്യ ശരീര ചലനങ്ങളുടെ പഠനമാണ് കാൻഷോളജി. അപ്പൊ നോക്കാം. A3B4 ഏതാ വരുന്നത്? A3B4 ഓപ്ഷൻ സി അല്ലേ വരുന്നത്? ഇനി C1ഉം D2 ആണോ? C1 ആണ്, D2 ആണ്. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാം, നമ്മുടെ ഈ ശരി ഉത്തരം തന്നെയാണ് ശരിയായ ശരി ഉത്തരം. ഓക്കെ, 141ാമത്തെ ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് മോട്ടിവേഷണൽ പ്രോസസ്. പ്രചോദന പ്രക്രിയയുടെ ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ എ ഡ്രൈവ്, നീഡ്, ബിഹേവിയർ ആൻഡ് ഗോൾ. ഓപ്ഷൻ ബി ഗോൾ, ഡ്രൈവ്, നീഡ് ആൻഡ് ബിഹേവിയർ. ഓപ്ഷൻ സി നീഡ്, ബിഹേവിയർ, ഡ്രൈവ് ആൻഡ് ഗോൾ. ആൻഡ് ഓപ്ഷൻ ഡി നീഡ്, ഡ്രൈവ്, ബിഹേവിയർ ആൻഡ് ഗോൾ. ഇവിടെ ഏതാണ് ശരി ഉത്തരം വരുന്നത്? 141 ഓപ്ഷൻ ഡി ആണ് അല്ലെ ശരി ഉത്തരം. നീഡ്, ഡ്രൈവ്, ബിഹേവിയർ ആൻഡ് ഗോൾ ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 142ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The management function responsible for purchasing and supply of sports equipment is. കായിക ഉപകരണങ്ങൾ വാങ്ങലിനും വിതരണത്തിനും ഉത്തരവാദിയായ മാനേജ്മെന്റ് പ്രവർത്തനം ഏതാണ്? സൂപ്പർവിഷൻ, പ്ലാനിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് ഇൻവെന്ററി. ഇവിടെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പ്രൊക്യൂർമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ഒളിമ്പിക് വെന്യൂസ് വിത്ത് ദർ ഇയേഴ്സ്. ഏതൊക്കെയാണ് വരുന്നത്? മോൺട്രിയൽ, മെക്സിക്കോ, ബെർലിൻ ആൻഡ് ലോസ് ഏഞ്ചൽസ്. വർഷങ്ങൾ 1936, 1976, 1984, 1968. അപ്പൊ നോക്കാം നമുക്കിവിടെ. ഫസ്റ്റത്തെ ഏതാണ്? മോൺട്രിയൽ ഏതിലാണ്? 1976 നടന്നത്. ഇനി മെക്സിക്കോ ഏത് വർഷമാണ് നടന്നത്? 1968 നടന്നത്. ഇനി ബെർലിൻ ഏത് വർഷമാണ് നടന്നത്? 1936 നടന്നത്. ലോസ് ഏഞ്ചൽസ് എപ്പോഴാണ്? 1984 ലാസ്റ്റ് ആണ് നടന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാണ്? 2, 3, 4 ഓപ്ഷൻ എ ആണല്ലേ ശരി ഉത്തരം.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ രംഗസ്വാമി കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്? രംഗസ്വാമി കപ്പ് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോൾ, ഹോക്കി, ഖോഖോ ആൻഡ് വോളിബോൾ. ഓപ്ഷൻ ബി ഹോക്കിയാണ് ശരി ഉത്തരം. ഓക്കെ, ഹു ഈസ് റിഗാർഡഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് നാച്ചുറലിസം? നാച്ചുറലിസത്തിന്റെ സ്ഥാപകനായി ആരെയാണ് കണക്കാക്കുന്നത്? അരിസ്റ്റോട്ടിൽ, പാവ്ലോ, പ്ലാറ്റോ ആൻഡ് റോസോ. റോസോ ആണ് ശരി ഉത്തരം അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു നാച്ചുറലിസം എന്ന് പറഞ്ഞാൽ റോസ് ആണ്. കാരണം നമ്മുടെ റോസാപ്പൂവൊക്കെ റോസാപ്പൂ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്ലവർ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. നാച്ചുറലിസം റോസോ, റോസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രീ സ്കൂൾ ചിൽഡ്രൻ യൂഷ്വലി ലേൺ ത്രൂ. പ്രീ സ്കൂൾ കുട്ടികൾ സാധാരണയായി പഠിക്കുന്നത് അറ്റ്വിൽ, ഇമിറ്റേഷൻ, പ്രാക്ടീസ് ആൻഡ് റെപ്പിറ്റേഷൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ഇമിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ അനുകരണത്തിലൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഷണൽ സ്പോർട്സ് ഡേ ഇൻ ഇന്ത്യ ഓണറിംഗ് മേജർ ധ്യാൻചന്ദ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ. മേജർ ചന്ദിനെ ആദരിച്ച് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? 15th ഓഗസ്റ്റ്, 23rd ഓഗസ്റ്റ്, 29th ഓഗസ്റ്റ്, 2nd ഒക്ടോബർ. ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ, എല്ലാവർക്കും അറിയാം. 29th ഓഗസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടേം ഈസ് കോമൺലി ഡിഫൈൻഡ് ആസ് ദ ആർട്ട് ഓഫ് ടീച്ചിങ്? പഠനത്തിന്റെ കല സാധാരണയായി നിർവചിക്കുന്നത് ഏത് പദമാണ്? ഇസ്തറ്റിക്സ്, പെഡഗോഗി, ഫിലോസഫി ആൻഡ് സോഷ്യോളജി. പെഡഗോഗിയാണ് ശരി ഉത്തരം. ഓക്കെ, second last question. The law of readiness was introduced by which psychologist? സന്നദ്ധത നിയമം അവതരിപ്പിച്ചത് ഏത് മനഃശാസ്ത്രജ്ഞനാണ്? ബി എഫ് സ്കിന്നർ, സിഗ്മണ്ട് ഫ്രൂഡ്, സ്പെൻസർ ആൻഡ് തോണ്ടൈക്ക്. ഏതാ ശരി ഉത്തരം? ഓപ്ഷൻ ഡി തോണ്ടൈക്ക് ആണ് ശരി ഉത്തരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്പോർട്സ് സ്കിൽസ് ആർ ബെസ്റ്റ് ലേൺഡ് ബൈ. കായിക കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കപ്പെടുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? കമാൻഡ് മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ലെക്ചർ മെത്തേഡ് ആൻഡ് പ്രൊജക്ട് മെത്തേഡ്. ഇതിന്റെ ആൻസർ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണ് ശരി ഉത്തരം. അപ്പൊ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അനാലിസിസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു എക്സാം എളുപ്പമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസോട് കൂടിയ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യേണ്ട താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ട റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ പുതിയൊരു ബാച്ച് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.